ഹായ് ഓൾ, നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആദ്യം നമുക്ക് നോക്കാം വാട്ട് ഈസ് ഇൻ്റലിജൻസ്. എന്താണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്ത് ലേൺ ചെയ്ത് തിങ്ക് ചെയ്ത് ആ സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഉള്ള മനുഷ്യൻ്റെ കഴിവിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. It is a combination of learning, reasoning and problem solving. For example, ഇപ്പോൾ നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് എത്താൻ നമ്മളൊരു സ്ഥലത്ത് പോയി നമ്മളുടെ വീട്ടിലേക്ക് എത്താൻ ഇപ്പോൾ 1, 2, 3 വഴിയുണ്ട്. അപ്പോൾ ആ 3 വഴികളെക്കുറിച്ച് അറിയാമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം, ലേണിംഗ്. ദെൻ ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്താം, അതേപോലെ തന്നെ നല്ല ടാർ ചെയ്ത നല്ല റോഡാണ്. അടുത്ത വഴി എന്ന് പറയുന്നത് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിങ്ക് ചെയ്യണം. അപ്പോൾ ഏറ്റവും സേഫായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് എത്താനുള്ള വഴി ഏതാണ് അത് കണ്ടുപിടിച്ച് ആ വഴിയിലൂടെ പോവുക. അതാണ് റീസണിങ് എന്ന് പറയുന്നത്. ആലോചിച്ച് നമ്മൾ ബുദ്ധിപരമായിട്ട് കണ്ടുപിടിക്കും അതിലേതാണ് നല്ല വഴി, ആ വഴിയിൽ കൂടി നമ്മൾ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് എത്തിയെന്ന് പറയുന്നതാണ് പ്രോബ്ലം സോൾവിങ്. ഇങ്ങനെ കറണ്ട് സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ഇവിടെ 2 ടേം വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ആൻഡ് ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ എന്താണെന്ന് വെച്ചാൽ സംതിങ് നോട്ട് നാച്ചുറൽ. നാച്ചുറൽ അല്ലാതെ കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണോ അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ലേണിംഗ്, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇതിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ ഇൻ്റലിജൻ്റായ ഒരു സ്മാർട്ട് മെഷീനെ ഡെവലപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ ഇൻ്റലിജൻ്റായ ഒരു കമ്പ്യൂട്ടറിനെയോ കമ്പ്യൂട്ടർ കൺട്രോൾഡ് റോബോട്ടിനെയോ അതുമല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെയോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. That is, artificial intelligence is a branch of computer science that aims to build intelligent machine as intelligent as a human being. It is a way of making a computer controlled robot or a software think intelligently in similar manner the intelligent human think. അപ്പോൾ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് ആ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്മാർട്ട് മെഷീനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്മാർട്ട് മെഷീൻ, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അകപ്പെട്ടു പോയാൽ ഒരു ഹ്യൂമൻ ബീയിങ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? അതുപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് ഏത് രീതിയിൽ ചിന്തിക്കും, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം സ്റ്റഡി ചെയ്യും. ദെൻ അതിനൊരു ഔട്ട്കം കിട്ടും. ഈ ഔട്ട്കമിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ സ്റ്റഡിയിങ് ഹൗ ഹ്യൂമൻ ബ്രെയിൻ തിങ്ക് ആൻഡ് ഹൗ ഹ്യൂമൻസ് ലേൺ, ഡിസൈഡ് ആൻഡ് വർക്ക് വൈൽ ട്രൈയിങ് ടു സോൾവ് എ പ്രോബ്ലം. Using the outcome of this study, intelligent software and system have been developed. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പം ഉള്ള ഡെയിലി ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ സ്മാർട്ട് ബൾബൊക്കെ അവൈലബിൾ ആണ്. എന്താണ് സ്മാർട്ട് ബൾബ് എന്ന് പറയുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു ഡോറ് തുറക്കുമ്പം ബൾബ് കത്തും, ഡോറ് അടയ്ക്കുമ്പം ബൾബ് ഓഫ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ സൺലൈറ്റ് അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച്, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുട്ടാവുക, നമ്മൾ ഡോറെല്ലാം ക്ലോസ് ചെയ്ത് ഇരുട്ടാവുമ്പോൾ ബൾബ് കത്തും, എന്നിട്ട് അതിലേക്ക് പ്രകാശം വരുമ്പോൾ ബൾബ് ഓഫ് ചെയ്യും. ആ രീതിയിൽ. അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഡിറ്റക്റ്റ് ചെയ്ത് അത് ബൾബ് കത്തുകയോ ഓഫ് ആവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള സ്മാർട്ട് ബൾബൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ
സ്മാർട്ട് ഫോൺസൊക്കെ യൂസ് ചെയ്യുന്നവരല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളിപ്പം ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നവരായിരിക്കും മിക്കവാറും ഉള്ളവരൊക്കെ. സപ്പോസ് നമ്മളൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു. പിന്നീട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത പ്രോഡക്റ്റ് എന്താണോ, അല്ലെങ്കിൽ നേരത്തെ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് എന്താണോ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സ് ഒക്കെ അതിനകത്ത് കാണാം ഇല്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് അതുപോലെയുള്ള സോഷ്യൽ മീഡിയാസൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണ്. സപ്പോസ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഫ്രണ്ട് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു, നിങ്ങൾ ഫ്രണ്ട്സ് കുറേ പേരുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു. പക്ഷേ ഈ ഫോട്ടോയുടെ നിങ്ങൾ ഓരോരുത്തരുടെയും ഫോട്ടോയുടെ കൂടെ നെയിം ടാഗ് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് വരും. അത് കൊടുത്താൽ നമുക്കറിയാൻ പറ്റും ഇന്ന ആളാണെന്നുള്ളത്. ഇതൊക്കെയെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗോൾസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗോൾസ്, എയിംസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് എക്സ്പേർട്ട് സിസ്റ്റംസ്. എക്സ്പേർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളൊക്കെ ഈസിയാക്കാൻ ഹെൽപ്ഫുള്ളായ എക്സ്പേർട്ട് സിസ്റ്റംസൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എക്സ്പേർട്ട് സിസ്റ്റം. ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ ഗിവൺ ടാസ്ക് അല്ലെങ്കിൽ പ്രോബ്ലം എന്താണ്, അതിനെക്കുറിച്ച് ലേൺ ചെയ്ത് സ്റ്റഡി ചെയ്തതിന് ശേഷം യൂസേഴ്സിന് ആവശ്യമായ എക്സ്പ്ലനേഷൻസും അഡ്വൈസും ഒക്കെ കൊടുത്ത് ഇൻ്റലിജൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പേർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് മെഡിക്കൽ ഫീൽഡിലൊക്കെ എക്സ്പേർട്ട് സിസ്റ്റംസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പേഷ്യൻസിൻ്റെ സിംറ്റംസ് ഒക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ ഫിസിക്കൽ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആ പേഷ്യൻറ്റിന് എന്ത് അസുഖമാണുള്ളത്, ആ പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ കേപ്പബിളായിട്ടുള്ള എക്സ്പേർട്ട് സിസ്റ്റം ഉണ്ട്. സോ അതുപോലെയുള്ള എക്സ്പേർട്ട് സിസ്റ്റമൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇൻ മെഷീൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു റിയൽ വേൾഡിൽ ഉള്ള കാര്യങ്ങൾ ഗ്രഹിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനോ റിയാക്ട് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു കഴിവ് ഹ്യൂമൻ ബീയിങ്ങിനുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ഒരു മെഷീനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത ഗോൾ എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ തിങ്ക് ചെയ്യുന്ന പോലെ തിങ്ക് ചെയ്യുക, മനുഷ്യൻ നടക്കുന്ന പോലെ നടക്കുക, ചിരിക്കുന്ന പോലെ ചിരിക്കുക, അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് 3 കാറ്റഗറിയാണുള്ളത്. ഫസ്റ്റ് നാരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജനറൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നാരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് വെച്ചാൽ ഡെഡിക്കേറ്റഡ് ഫോർ വൺ ടാസ്ക്. ഒരു പർട്ടിക്കുലർ ടാസ്ക് മാത്രം പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം മാത്രം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള മെഷീൻസിനെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിനെ കമ്പ്യൂട്ടറിനെയൊക്കെയാണ് നമ്മൾ നാരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചെസ് പ്ലേയിങ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ചെസ് പ്ലേയിങ് കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുന്നത്, അതിന് നേരത്തെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ പ്രോഗ്രാംസ് ഒക്കെ കാണും. അതിൻ്റെ ബേസിൽ അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിലൊക്കെ അതിന് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അതായത് അതിൻ്റെ ഓരോ കട്ടുകളും എങ്ങോട്ട് മൂവ് ചെയ്യണം ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞത് മെഡിക്കൽ ഡയഗ്നോസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സ്പേർട്ട് സിസ്റ്റം. അപ്പോഴും അതിനകത്തും ഗിവൺ ഡേറ്റ കാണും. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, അത് ബ്രില്യൻ്റായിട്ട് ഇൻ്റലിജൻ്റായിട്ട് പെർഫോം ചെയ്യും. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരു മനുഷ്യൻ കൊടുത്തിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ പ്രോഗ്രാംസ് അതിൻ്റെ ബേസിൽ ഇൻ്റലിജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റംസിനെയാണ് നമ്മൾ നാരോ
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് ആയിട്ടുള്ള കാറുണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം ആമസോണിൻ്റെ അലക്സ എന്ന് പറഞ്ഞ മെഷീൻ, അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് നമ്മുടെ സ്മാർട്ട് ഫോണിനൊക്കെ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഗൂഗിൾ അസിസ്റ്റൻ്റ്. ഇതൊക്കെ നമുക്ക് നാരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എക്സാമ്പിളായിട്ട് പറയാം. നെക്സ്റ്റ് ജനറൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ പെർഫോം ചെയ്യുന്ന ടൈപ്പ് മെഷീൻസ്, അതിനെയാണ് നമ്മൾ ജനറൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനേക്കാൾ കൂടുതൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെഷീൻസ് അല്ലെങ്കിൽ റോബോട്ട്സ്, അതിനെയൊക്കെയാണ് സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ ജനറൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും നമ്മൾ ഇതുവരെ ആ ഒരു എയിമിൽ എത്തിയിട്ടില്ല. നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പാതയിലാണ് ഇപ്പോഴും. നെക്സ്റ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗെയിമിംഗ്. ഗെയിമിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുള്ളത്. അപ്പോൾ ചെസ്സ്, പോക്കർ അതുപോലെയുള്ള ഗെയിംസിലൊക്കെ ഹ്യൂമൻ ബീയിങ്ങിന് പകരമായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനേബിൾഡ് ആയിട്ടുള്ള ഗെയിമിംഗ് മെഷീൻസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഗെയിമിംഗ് മെഷീൻസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ സെറ്റ് ഓഫ് പ്രീഡിഫൈൻഡ് ഡേറ്റ വെച്ചിട്ടും അതുപോലെ തന്നെ പ്രീഡിഫൈൻഡ് പ്രോഗ്രാംസ് വെച്ചിട്ടും ഒക്കെ ആയിരിക്കും ഈ ഒരു ഗെയിമിംഗ് മെഷീൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോഗ്രാംസിൻ്റെയും ഡേറ്റയുടെയും ഒക്കെ ബേസിലായിരിക്കും ഈ ഗെയിമിംഗ് മെഷീൻ പ്ലേ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗെയിമിംഗ് മെഷീൻ്റെ എക്സ്പീരിയൻസ്, അതായത് ഹ്യൂറിസ്റ്റിക് നോളജിൻ്റെ ബേസിൽ ഇതിന് കുറേ പോസിബിൾ പൊസിഷൻസൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ തിങ്ക് ചെയ്ത് അതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ബ്രില്യൻ്റായ രീതിയിൽ ഈ ഗെയിമിംഗ് മെഷീൻസ് പ്ലേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഡീപ് ബ്ലൂ എന്ന് പറയുന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ചെസ് പ്ലേയിങ് കമ്പ്യൂട്ടറാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്താണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിന് ഡിഫറെൻറ്റ് ലാംഗ്വേജിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഈ NLP അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് വഴി ഹ്യൂമൻ ബീയിങ്ങിന് മെഷീനുമായിട്ട് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിലേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഉറുദുവിലോ അങ്ങനെ ഏത് ലാംഗ്വേജിലാണെങ്കിലും ഒരു ഡിവൈസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ പറയുന്നതിനനുസരിച്ച് ആ ഡിവൈസ് പെർഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജ് എന്താണോ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനകത്ത് ഡേറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മെഷീൻ്റെ കേപ്പബിലിറ്റിയാണ് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ അതുവഴി നമുക്ക് മെഷീനുമായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എക്സ്പേർട്ട് സിസ്റ്റം. എക്സ്പേർട്ട് സിസ്റ്റം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്? ഒരു മെഷീന് നമ്മൾ എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കൊടുത്താൽ ആ പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ ആ ടാസ്ക് എന്താണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ലേൺ ചെയ്ത് അതിനനുസരിച്ച് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഔട്ട്പുട്ട് നമ്മുടെ യൂസേഴ്സിന് കൊടുക്കുന്നു. അങ്ങനെയുള്ള ഡിവൈസസിനെയാണ് നമ്മൾ മെഷീനെയാണ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡെലിവറി വെഹിക്കിളിൽ ആ വെഹിക്കിളിൻ്റെ റൂട്ട്സ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മെഷീൻസ് സിസ്റ്റംസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ സിംറ്റംസ് വെച്ചിട്ടൊക്കെ ആ പേഷ്യൻറ്റിന് എന്ത് അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്യാനും ആ പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണെന്ന് ഡോക്ടേഴ്സിന് കാണിച്ചു കൊടുക്കാനും ഒക്കെ എക്സ്പേർട്ട് സിസ്റ്റം വഴി നമുക്ക് പോസിബിളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിഷൻ സിസ്റ്റം. വിഷൻ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ടാൽ അതിൻ്റെ ആ ഫോട്ടോയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്ഥലം ഏതാണ്, അതുപോലെ തന്നെ ഫോട്ടോയിലുള്ള ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തത്, എന്നാണ് എടുത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതുപോലെ ഉള്ള ഒരു കേപ്പബിലിറ്റി ഒരു മെഷീനിന് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിഷൻ സിസ്റ്റം, അതായത് ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു മെഷീൻ്റെ കേപ്പബിലിറ്റിയാണ് നമ്മൾ വിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്.
സോ ഇത് നമുക്ക് ഡിഫറെൻറ്റ് ഫീൽഡിൽ ഒരു പ്ലേസിനെയോ അല്ലെങ്കിൽ ഒരാളിനെയോ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് വിഷൻ സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രൈം ഡിറ്റക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്പൈയിങ് എയ്റോപ്ലെയിനിലൊക്കെ നമുക്ക് വിഷൻ സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ബയോമെട്രിക്സ്. ബയോമെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബയോളജിക്കൽ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് ഒരാളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ബയോമെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ ഫേഷ്യൽ അനാലിസിസ് വഴി നമുക്ക് ഫേഷ്യൽ റെക്കഗ്നേഷൻ പോസിബിളാണ്. അതായത് ഒരു ഫേസിൽ ഓരോരുത്തരുടെയും ഫേസ് ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെയും ഐസിൻ്റെ വലിപ്പം ഡിഫറെൻ്റ് ആയിരിക്കും, ഐസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, മൂക്കിൻ്റെ ഷേപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഒരാളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതാണ് ഫേഷ്യൽ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വോയിസ് റെക്കഗ്നേഷൻ. ഓരോരുത്തരുടെയും സൗണ്ടിൻ്റെ മോഡുലേഷൻ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഒരാളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ്. ഫിംഗർ പ്രിൻ്റ് എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ഫിംഗർ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഗിവൺ പാറ്റേൺസിൽ നിന്ന് നമ്മളുടെ ഒരാളുടെ ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് ഒരാളിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിനെയൊക്കെയാണ് നമ്മൾ ബയോമെട്രിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ബയോമെട്രിക്സ് ഡിവൈസസിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാറ്റേൺ റെക്കഗ്നേഷൻ. പാറ്റേൺ റെക്കഗ്നേഷൻ എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന പാറ്റേൺ ഏതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഉള്ള ഒരു മെഷീൻ്റെ കേപ്പബിലിറ്റിയാണ് നമ്മൾ പാറ്റേൺ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിലേതാണ് സർക്കിൾ ഏതാണ് ട്രയാങ്കിൾ എന്ന്. സോ അതുപോലെ തന്നെ ഒരു പാറ്റേണിനെ ഒരു മെഷീന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പാറ്റേൺ റെക്കഗ്നീഷൻ എന്ന് പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പീച്ച് റെക്കഗ്നീഷൻ. സ്പീച്ച് റെക്കഗ്നീഷൻ എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ സൗണ്ട് വെച്ചിട്ട് നമുക്ക് അയാൾ പറയുന്നത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും, ഇപ്പം ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അയാൾ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരാളുടെ സംസാരം മെഷീനിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ പറയുന്നത് എന്താണോ അതിനനുസരിച്ച് ഒരു മെഷീന് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്പീച്ച് റെക്കഗ്നേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഗൂഗിളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് കീബോർഡ് വഴി നമ്മൾക്ക് എന്താണോ സെർച്ച് ചെയ്യാനുള്ളത് ആ സെർച്ചിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പകരം നമുക്ക് മൈക്രോഫോൺ വഴി വോയിസ് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് ഗൂഗിളിലെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് മനസ്സിലാക്കുകയും അതിനനുസരിച്ചൊരു ഔട്ട്പുട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള മെഷീൻ്റെ കേപ്പബിലിറ്റിയാണ് നമ്മൾ സ്പീച്ച് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റോബോട്ട്സ് നമുക്കറിയാം എന്താണ്, ഒരു മനുഷ്യൻ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന, മൂവ് ചെയ്യാൻ കഴിയുന്ന, കാര്യങ്ങളൊക്കെ കാണാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ കഴിയുന്ന ടൈപ്പ് മെഷീൻസ്, അതാണ് റോബോട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഒരു റിയൽ വേൾഡിൽ നിന്നും ഫിസിക്കൽ ഡേറ്റ ഡിറ്റക്റ്റ് ചെയ്ത്, അതായത് സൗണ്ട്, അതുപോലെ തന്നെ മൂവ്മെൻറ്റ്, ടെമ്പറേച്ചർ, പ്രഷർ, ഹീറ്റ്, ലൈറ്റ്, അങ്ങനെയൊക്കെ ഉള്ള ഫിസിക്കൽ ഡേറ്റ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ടാസ്ക് പെർഫോം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള മെഷീൻസിനെയാണ് നമ്മൾ റോബോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചാണ് നമ്മൾ റോബോട്ട്സിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റ് ആർട്ടിഫിഷ്യൽ മെഷീൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റോബോട്ട്സിനുള്ള ഒരു കേപ്പബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായാൽ അതിൽ നിന്ന് ലേൺ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഒരു പുതിയ എൻവയോൺമെൻറ്റിനെ അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള കേപ്പബിലിറ്റി റോബോട്ട്സിനുണ്ട്. അപ്പോൾ നമുക്ക് ഈ റീസെൻ്റായിട്ട് നമ്മൾ കേൾക്കുന്ന 2-3 റോബോട്ട്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഈ COVID-19 വൈറസ് സ്പ്രെഡ് ചെയ്ത ടൈമിൽ കേരളത്തിൽ പേഷ്യൻസിന് മെഡിസിൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ പേഷ്യൻസിനെ അവരുടെ മെഡിക്കൽ സ്റ്റാഫുമായിട്ടും പേഷ്യൻസിന് അവരുടെ റിലേറ്റീവ്സുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള 2 റോബോട്ട്സാണ്. ഒന്ന് നൈറ്റിംഗൽ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കാർമി ബോട്ട് എന്ന് പറയുന്ന റോബോട്ട്.
അപ്പോൾ മെഡിക്കൽ സ്റ്റാഫിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് യൂസ് ചെയ്തിട്ടുള്ള 2 റോബോട്ടാണ് നൈറ്റിംഗേൽ ആൻഡ് കാർമി ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റാഫ് ചെയ്യുന്ന, ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ ഈ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ആ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് പകരം നമുക്ക് ഈ റോബോട്ടിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഫിയ എന്ന് പറയുന്ന റോബോട്ട്. സോഫിയ എന്ന് പറയുന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു റോബോട്ടാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് കരസ്ഥമാക്കിയ ആദ്യത്തെ റോബോട്ടാണ് സോഫിയ എന്ന് പറയുന്നത്. സൗദി സിറ്റിസൺഷിപ്പാണ് സോഫിയയ്ക്കുള്ളത്. സോഫിയയുടെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ തന്നെ സംസാരിക്കാനും അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യാനും ചിരിക്കാനും അതുപോലെ തന്നെ ഏകദേശം ഒരു 60-ൽ പരം ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കാനും ഒക്കെ കേപ്പബിൾ ആയിട്ടുള്ളൊരു റോബോട്ടാണ് സോഫിയ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഒരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.